ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ഓർഗാനിക്കിലെ വളരെ പ്രധാനപ്പെട്ട 12ാമത്തെ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ ഏകദേശം 22ഓളം ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ 11 ആയിട്ട് എന്താക്കും, ഡിസ്കസ് ചെയ്യും കേട്ടോ. ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം 11 ആയിട്ടാണ് നമ്മളതെന്താക്കുക, ഡിസ്കസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്ററിലുള്ള എല്ലാ പാഠഭാഗങ്ങളും. നിങ്ങൾക്കറിയാമല്ലോ, ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരിയുടെ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠനം സുഗമമാക്കാനുള്ള ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്ന ഒരു മാറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഫോക്കസിങ് ഏരിയ ഒക്കെ ഉണ്ടായിക്കോട്ടെ മക്കളെ, പക്ഷെ ഒരു കാര്യം മക്കൾ മനസ്സിലാക്കണം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടുള്ള പടിയിലെത്തുമ്പോൾ അവിടെ നീറ്റ്, JEE, കീം എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. അവിടെ ഈ കൊറോണയൊന്നും ബാധിക്കാത്ത, ഫോക്കസിങ് ഏരിയ ഒന്നും ഉൾപ്പെടുത്താത്ത ഒരു പരീക്ഷയാണ് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് സാറ് പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാ തരം ചോദ്യങ്ങളും എന്താക്കും, പരിചയപ്പെടുത്തും കേട്ടോ. നോക്കുക, വിച്ച് എമംഗ് ദ ഫോളോയിങ് റെഡ്യൂസസ് ടൊളൻസ് റിയേജൻറ്റ്. ടൊളൻസ് റിയേജൻറ്റിനെ ആരാണ് റെഡ്യൂസ് ചെയ്യുക? മെത്തനാൽ. മെത്തനാൽ എന്ന് പറയുന്നത് ആൽഡിഹൈഡാണ്. പ്രൊപ്പനോൺ എന്ന് പറയുന്നത് കീറ്റോൺ ആണ്. ബെൻസോഫീനോൺ എന്ന് പറയുന്നത് കീറ്റോൺ ആണ്. അസറ്റോഫീനോൺ എന്ന് പറയുന്നതും കീറ്റോൺ ആണ്. ഇവിടെ ആരാണ് ടൊളൻസ് റിയേജൻറ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ആൽഡിഹൈഡുകൾ മാത്രമേ ടൊളൻസ് റിയേജൻറ്റിനെ എന്താക്കുകയുള്ളൂ, റെഡ്യൂസ് ചെയ്യുകയുള്ളൂ. ആൽഡിഹൈഡുകൾ ടൊളൻസ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റിനെയാണ് ടൊളൻസ് റിയേജൻ്റ് എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. അപ്പോൾ ആൽഡിഹൈഡുകൾ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ടൊളൻസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൽഡിഹൈഡ് എല്ലാം കൂടി കാർബോക്സിലേറ്റ് അയോൺ ആയിട്ട് എന്താവും, മാറും. റെഡി? ആൽഡിഹൈഡുകൾ കാർബോക്സിലേറ്റ് അയോൺ ആയിട്ട് എന്താവും, മാറും. ഇങ്ങനെ കാർബോക്സിലേറ്റ് അയോണ് പ്ലസ് സിൽവർ മിററാണ് ഫോം ചെയ്യുക. ടൊളൻസ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. ആൽഡിഹൈഡുകൾ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ടൊളൻസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാർബോക്സിലേറ്റ് അയോൺ ആയിട്ട് മാറും. സിൽവറും ഉണ്ടാവും. ആ സിൽവറാണ് ആ ടെസ്റ്റ് ട്യൂബിനകത്ത് എന്താകുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് സിൽവർ മിറർ പോലെയാണ് നമുക്ക് എന്താവുക, അനുഭവപ്പെടുക കേട്ടോ. സിൽവർ മിറർ ആണ് നമ്മൾ എന്താക്കുന്നത്, കാണുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, ബോത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് possess carbonyl functional group. They undergo similar reactions. Explain the structure of carbonyl group. കാർബണൈൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് O ആണ് നമ്മൾ പറയുന്ന കാർബണൈൽ ഗ്രൂപ്പ്. CH3CHO ആയാൽ ആൽഡിഹൈഡായി, CH3CO CH3 ആയാൽ അതെന്തായി, കീറ്റോൺ ആയിട്ട് എന്തായി, മാറി. ഇനി എക്സ്പ്ലെയിൻ ആൾഡോൾ കണ്ടൻസേഷൻ വിത്ത് എൻ എക്സാമ്പിൾ. ശ്രദ്ധിക്കണം, ആൾഡോൾ കണ്ടൻസേഷൻ എല്ലായ്പ്പോഴും സാധ്യമാവുക if an aldehyde containing alpha hydrogen atom ആണ്. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡുകൾ മാത്രമേ ആൾഡോൾ കണ്ടൻസേഷൻ എന്താവുകയുള്ളൂ, നടത്തുകയുള്ളൂ. നോക്കൂ, ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു ആൽഡിഹൈഡ് ആണിത്, CH3CHO. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള മറ്റൊരു ആൽഡിഹൈഡ് ആണിത്, CH3CHO. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡുകളിൽ കണ്ടൻസേഷൻ ആണ് എന്താവുന്നത്, നടക്കുന്നത്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങൽ അല്ലേ. നോക്കൂ മക്കളെ, ഈ ആൽഡിഹൈഡിലെ CH3-യിലെ Hഉം ഈ Oയും കൂടി OH ആവും. ഈ CH3-ലെ Hഉം ഈ Oയും കൂടി OH ആയിട്ട് ഇവിടെ വരും. അപ്പോൾ CH3CH ഇവിടുത്തെ എച്ചും ഓയും കൂടി OH
CH2 CHO ആവും. മക്കൾ നോക്കണേ, CH3 CHO, CH3 H ഇങ്ങോട്ട് വരും, അപ്പോൾ CHOH CH2 CHO ആയിട്ട് മാറും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾഡോൾ എന്നാണ് നമ്മൾ എന്താക്കുക, വിളിക്കുക കേട്ടോ. ഈ ആൾഡോള് പിന്നീട് വീണ്ടും റെഡ്യൂസ് ചെയ്തിട്ട് നോക്കണം, ഈ OHും ഇതിനകത്തുള്ള Hഉം കൂടി വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്തു പോവും. ഈ കാർബണിലെ OHും ഈ CH2ലെ Hഉം OHും കൂടി വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്തു പോവും. ഇനി എന്താ ബാക്കിയുള്ളത്, CH3 CH ഡബിൾ ബോണ്ട് CH CHO. റെഡി. ആൽക്കിനാലായിട്ട്, അതായത് ആൽഡിഹൈഡ് വിത്ത് എ ഡബിൾ ബോണ്ട് ആയിട്ട് എന്താവും, മാറും. ഇനി which among the following does not give red precipitate with a filling solution? ഫില്ലിംഗ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് തരാത്തത് ഇതിലാരാണ്? നോക്കണം, അരോമാറ്റിക് ആയ ആൾഡിഹൈഡുകൾ ഒരിക്കലും തന്നെ നമ്മുടെ ഫില്ലിംഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് എന്താവില്ല, തരില്ല. അരോമാറ്റിക് ആയ ആൾഡിഹൈഡുകൾ ഒരിക്കലും തന്നെ ഫില്ലിങ്സ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് പ്രസിപ്പിറ്റേറ്റ് എന്താവില്ല, തരില്ല. നമ്മുടെ ഫില്ലിങ്സ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റും സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റും കൂടി ചേർന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫില്ലിങ്സ് റിയേജൻറ്റ് കേട്ടോ. ഇവിടെ ഫില്ലിംഗ് സൊല്യൂഷനുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് പ്രസിപ്പിറ്റേറ്റ് തരില്ല അരോമാറ്റിക് ആൾഡിഹൈഡ്. താഴെ തന്നിരിക്കുന്നതിൽ അരോമാറ്റിക് ആൾഡിഹൈഡ് എന്ന് പറയുന്നത് ഏതാണ്, ബെൻസാൾഡിഹൈഡ് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ എല്ലാവരും, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അപ്പോൾ എത്തനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ, ബെൻസാൾഡിഹൈഡ്, ഇതിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ് തരാത്തത് ആരാണ്, നമ്മുടെ സ്വന്തം ബെൻസാൾഡിഹൈഡ് ആണ്. ഹൗ വിൽ യു ബ്രിങ് അബൌട്ട് ദ ഫോളോയിങ് കൺവേർഷൻസ്? താഴെ പറയുന്ന കൺവേർഷൻസ് എങ്ങനെ നടത്താമെന്നാണ്. ടൊളുവീൻ ടു ബെൻസാൾഡിഹൈഡ്. നോക്കൂ, ഇതാണ് നമ്മൾ പറയുന്ന ടൊളുവീൻ. നമ്മൾ ടൊളുവീനിനെ ക്രോമൈൽ ക്ലോറൈഡുമായിട്ട് എന്താക്കുന്നു, റിയാക്ട് ചെയ്യിക്കുന്നു. ടൊളുവീൻ ക്രോമൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്രോമൈൽ ക്ലോറൈഡ് ഗ്രൂപ്പ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്, CHOCRO CHOCRO HCl ട്വൈസ്. ഇതാണ് നമുക്ക് ലഭിക്കുക. എഗെയിൻ പിന്നീട് ഈ ഗ്രൂപ്പ് അവിടെ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ട് അത് ആൾഡിഹൈഡ് ആയിട്ട് എന്താവും, മാറും. ക്രോമൈൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷനാണ് അത്. റെഡി. എഗെയിൻ അടുത്തതാണ് ബെൻസോയിക് ആസിഡ് ടു ബെൻസമൈഡ്. ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ COH ഗ്രൂപ്പ് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് ആദ്യം അമോണിയയുമായിട്ട് എന്താവും, റിയാക്ട് ചെയ്യും. അപ്പോൾ അമോണിയേറ്റഡ് ആയിട്ടുള്ള ഒരു അയോൺ ആയിട്ട് മാറും, COONH4+. റെഡി. എഗെയിൻ തുടർന്ന് ഇതിനകത്ത് നിന്ന് ഒരു H2ഉം ഒരു Oയും കൂടി വാട്ടറായി എലിമിനേറ്റ് ചെയ്തു പോവും. എന്നിട്ട് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ CONH2 ആയിട്ട് എന്താവും, മാറും. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി വാട്ടറായി എലിമിനേറ്റ് ചെയ്തു പോവും. എന്നിട്ട് CONH2 ആയിട്ട് മാറും, ബെൻസമൈഡ് ആയിട്ട് എന്താവും, മാറും. ഇതാണ് നമ്മൾ പറയുന്ന ബെൻസോയിക് ആസിഡ് ടു ബെൻസമൈഡ്, ടൊളുവീൻ ടു ബെൻസാൾഡിഹൈഡ് കേട്ടോ. ഇനി അതിലെ C ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ കാനിസാറോ റിയാക്ഷൻ വിത്ത് എൻ എക്സാമ്പിൾ. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത എല്ലാ ആൾഡിഹൈഡുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് നമ്മൾ പറയുന്ന കാനിസാറോ റിയാക്ഷൻ. ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൾഡിഹൈഡുകൾ KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിലാണ്
കാനിസാറോ റിയാക്ഷൻ എന്താക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരു ആൽഡിഹൈഡിക് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡിന് ഓക്സിഡേഷനും സെൽഫ് ഓക്സിഡേഷനും മറ്റേ ആൽഡിഹൈഡിന് സെൽഫ് റിഡക്ഷനും എന്താവും നടക്കും. അങ്ങനെ ഒരു ആൽഡിഹൈഡ് ആൽക്കഹോൾ ആയി മാറുകയും മറ്റേ ആൽഡിഹൈഡ് പൊട്ടാസ്യം സാൾട്ട് ആയി മാറുകയും എന്താവും ചെയ്യും. ഇതിനെയാണ് നമ്മൾ കാനിസാറോ റിയാക്ഷൻ എന്നുള്ള പേരിൽ പറയുക. നോക്കൂ, ദിസ് ഇസ് എൻ ആൽഡിഹൈഡ്, ദേ ഡു നോട്ട് ഹാവ് എ ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ് ആണ് ഇത്. ഈ ആൽഡിഹൈഡുകൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തവ നമ്മൾ KOHന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുകയാണ്. KOHന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഒരു ആൽഡിഹൈഡിന് സെൽഫ് ഓക്സിഡേഷനും മറ്റേ ആൽഡിഹൈഡിന് സെൽഫ് റിഡക്ഷനും എന്താവും സംഭവിക്കും. ആദ്യത്തെ ആൽഡിഹൈഡിന് സെൽഫ് ഓക്സിഡേഷൻ സംഭവിച്ച് അത് ആൽക്കഹോളും മറ്റേ ആൽഡിഹൈഡിന് സെൽഫ് റിഡക്ഷൻ സംഭവിച്ച് അത് പൊട്ടാസ്യം സാൾട്ടുമായിട്ട് എന്താവും മാറും. ഓക്കെ ആണ് കേട്ടോ, അത് പൊട്ടാസ്യം സാൾട്ടുമായിട്ട് എന്താവും മാറും. ഇതിനെയാണ് നമ്മൾ കാനിസാറോ റിയാക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ when benzene is treated with carbon monoxide and HCl in the presence of anhydrous aluminum chloride. നോക്കൂ, ബെൻസീനിനെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ബെൻസീൻ കാർബൺ മോണോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എച്ചും ഈ Clഉം കൂടി HCl ആയിട്ട് എന്താവും പോവും. റെഡി? ബാക്കി CHO ഉള്ളത് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ആര് വരും? CHO എന്താവും വരും, ബെൻസാൽഡിഹൈഡ് ആയിട്ട് എന്താവും മാറും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. റെഡി? ഇനി ഹൗ വിൽ യു കൺവേർട്ട് ദ ഫോളോയിങ് കൺവേർഷൻസ് എന്നുള്ളതാണ് അതിൻ്റെ B ക്വസ്റ്റ്യൻ. ധാരാളം കൺവേർഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ടൊളുവീൻ ടു കാർബോക്സിലിക് ആസിഡ് ആണ്. ടൊളുവീനിനെ എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ആക്കാം, ഇതാണ് നമ്മൾ പറയുന്ന ടൊളുവീൻ. ഈ ടൊളുവീനിനെ ആദ്യം നമ്മൾ KMnO4ഉം KOHുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് അത് ഓക്സിഡേഷൻ സംഭവിച്ച് പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഇനി ഇതിൽ K പോയി H വന്നാൽ അത് കാർബോക്സിലിക് ആസിഡ് ആവൂലേ? അപ്പോൾ അതിന് ഹൈഡ്രോളിസിസ് നടത്തും. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് Kയും വാട്ടറിൽ OHും കൂടി KOH ആവും. H ഇവിടെ വരും. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ COOH വന്നാൽ അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് എന്താവും മാറും. ഇനി രണ്ടാമത്തേത് ഇതാണ്, ബെൻസോയിക് ആസിഡ് ടു ബെൻസമൈഡ്. ഇതാണ് നമ്മൾ പറയുന്ന ബെൻസോയിക് ആസിഡ്. അതിനെ നമ്മൾ അമോണിയയുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അമോണിയേറ്റഡ് ആയ അയോണായിട്ട് മാറും. അതായത് COO NH4+ ആയിട്ട് എന്താവും മാറും. റെഡി? ഇതിൽ വാട്ടർ എലിമിനേറ്റ് ചെയ്തു പോകുന്ന സമയത്ത് അത് CONH2 അമൈഡ് ആയിട്ട് എന്താവും മാറും. ഇനി മൂന്നാമത്തത് ഇത് തന്നെയാണ്, CH3CH2COOH. നോക്കൂ, ആൽക്കലൈൻ KMnO4ൻ്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ എന്താവും സംഭവിക്കും.
ആൽക്കലൈൻ KMnO4ന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് അത് ആൽക്കഹോൾ ആയിട്ട്, ഇത് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഇത് ആൽക്കഹോൾ ആയിട്ട് എന്താവും മാറും. CH3 CH2 CH2OH എന്ന് പറയുന്ന ആൽക്കഹോൾ ആയിട്ട് എന്താവും മാറും. ഇനി ഇതല്ല മറ്റൊരു കാർബോക്സിലിക് ആസിഡ് തന്നത്, CH3COOH എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡ് അസിഡിഫൈഡ് ആവുകയാണ്. P2O5ന്റെ പ്രസൻസിൽ അസിഡിഫൈഡ് ആവുന്ന സമയത്ത് അത് അസറ്റിക് അൺഹൈഡ്രൈഡ് ആയിട്ട് എന്താവും മാറും. അസറ്റിക് അൺഹൈഡ്രൈഡ് ആയിട്ട് എന്താവും മാറും. റെഡി? ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല കേട്ടോ മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റിയാക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ. ഇനി നാലാമത്തെ ചോദ്യം നോക്കുക. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് എസ്റ്ററിഫിക്കേഷൻ. ഏത് കാർബോക്സിലിക് ആസിഡുകളും ഏത് ആൽക്കഹോളും തമ്മിൽ ആസിഡിൻ്റെ പ്രസൻസിൽ, ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലുള്ള കോമ്പൗണ്ടുകളായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. ദിസ് ഇസ് എൻ ആൽക്കഹോൾ റിയാക്റ്റഡ് വിത്ത് കാർബോക്സിലിക് ആസിഡ്. ആൽക്കഹോളുകൾ കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൽക്കഹോളിലെ OHും കാർബോക്സിലിക് ആസിഡിലെ Hഉം, ആൽക്കഹോളിലെ OHും കാർബോക്സിലിക് ആസിഡിലെ Hഉം വാട്ടർ ആയിട്ട് എന്താവും എലിമിനേറ്റ് ചെയ്തെന്താവും പോവും. ബാക്കിയുള്ളത് എന്താണ്? CH3 CH2 COO CH2 CH3 ആയിട്ട് എന്താവും മാറും. CH3 CH2 COO CH2 CH3 ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എസ്റ്റർ എന്ന് പറയുക. എസ്റ്ററിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഏത്? COO. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത് ടൊളൻസ് റിയേജന്റ്. നേരത്തെ പറഞ്ഞു ആൽഡിഹൈഡുകൾ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ടൊളൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സിൽവർ മിറർ എന്താവും ഫോം ചെയ്യും. അടുത്തതാണ് HVZ ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ ആണ്. കാർബോക്സിലിക് ആസിഡുകളെ നമ്മുടെ ഹാലജനുകളുമായി റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുന്നതിനെയാണ് HVZ റിയാക്ഷൻ എന്ന് പറയുക. RCH2COOH ആണ് നമ്മുടെ കാർബോക്സിലിക് ആസിഡ്. അതിനെ ഹാലജനുമായി റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ എന്താക്കുന്നു? റിയാക്ട് ചെയ്യിക്കുന്നു. ഇങ്ങനെ റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെയുള്ള Hഉം ഒരു Xഉം കൂടി HX ആയി പോവും. എന്നിട്ട് X ഇവിടെ വരും. RCHX COOH ആയിട്ട് എന്താവും മാറും. ഹാലോജിനേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് എന്താവും മാറും. ഇനി അടുത്തതാണ് നാലാമത്തത് ഡീകാർബോക്സിലേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ. നോക്കൂ, സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ H വന്നാൽ അത് കാർബോക്സിലിക് ആസിഡ് ആണ്. Hന് പകരം Na വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഈ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡ ലൈമുമായി റിയാക്ട് ചെയ്യിക്കുന്നു. സോഡ ലൈമുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ NaOയും ഈ NaCOOയും തമ്മിൽ Na2CO3 ആവും. Na2COOO. അപ്പോൾ CO3. പിന്നെ Rഉം Hഉം അല്ലേ ബാക്കിയുള്ളത്? അത് RH ആയിട്ട് എന്താവും മാറും. നോക്കണേ, സോഡ ലൈമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് Naയും Na2 COO CO3 Rഉം Hഉം കൂടി എന്തായിട്ട് മാറും? RH ആയിട്ട് എന്താവും മാറും. റെഡി? നെക്സ്റ്റ് വൺ, അഞ്ചാമത്തതിൽ ഒന്നാമത്തത് ചൂസ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് എന്നാണ്.
താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ IUPAC നാമം പറയാനാണ്. ഞാനതങ്ങ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ദിസ് ഇസ് but2-in-1-al. but2-in-1-al എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന കോമ്പൗണ്ട്. റെഡി? നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്നുള്ളതാണ്. ആൽഡിഹൈഡുകളെ കോൺസെൻട്രേറ്റഡ് KOHുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ഷൻ പെട്ടെന്ന് പറയാം. അതാണ് കാനിസാറോ റിയാക്ഷൻ. തൊട്ടു മുന്നേ പറഞ്ഞതാണ്. ആൽഡിഹൈഡുകളെ NaOHൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്നതാണ് ആൾഡോൾ കണ്ടൻസേഷൻ. അടുത്തത് ആൽഡിഹൈഡുകൾ NH2NH2ൻ്റെ പ്രസൻസിലുള്ള റിയാക്ഷൻ. ഹൈഡ്രാസീനും KOHൻ്റെയും പ്രസൻസിലുള്ള റിയാക്ഷൻ നോക്കാം. CH3 C ഡബിൾ ബോണ്ട് OH, ഇതാണ് നമ്മളുടെ ആൽഡിഹൈഡ്. അതിനെ NH2NH2 ഹൈഡ്രാസീനുമായിട്ട് എന്താക്കുന്നു? റിയാക്ട് ചെയ്യുന്നു. ഹൈഡ്രാസീനുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ H2ഉം Oയും കൂടി വാട്ടറായിട്ട് എന്താവും? എലിമിനേറ്റ് ചെയ്തു പോവും. അപ്പം നിങ്ങൾക്ക് HCCH3 C ഡബിൾ ബോണ്ട് NNH2 ആയിട്ട് എന്താവും? മാറും. NNH2. റെഡി? ഇവിടെ നിന്ന് ഈ പറയുന്ന നൈട്രജൻ N2 ഗ്യാസായി എലിമിനേറ്റ് ചെയ്തു പോവും KOHൻ്റെ പ്രസൻസിൽ. അങ്ങനെ വരുമ്പോൾ HCH2 CH3 ഈഥെയിനായിട്ട് അതെന്താവും? മാറും. റെഡി? അടുത്തത് കീറ്റോൺ ആണ്. ബെൻസീൻ്റെ മുകളിൽ COCH3. Ketone is reacted with zinc amalgam and HCl. സിങ്ക് അമാൽഗവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് എന്താവുന്നു? റിയാക്ട് ചെയ്യുന്നു. അപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുക. ഇവിടെ എന്ത് വരും? CH2 ആയിട്ട് എന്താവും? മാറും. കംപ്ലീറ്റ്ലി ബിക്കം ടു ബി എ റിഡക്ഷൻ കേട്ടോ. CH2 CH3 ബഹുഭൂരിപക്ഷവും റിഡക്ഷനുകളാണ്. ഇനി ആറാമത്തെ ചോദ്യം, ആൽഡിഹൈഡ് കീറ്റോൺ ആൻഡ് ആസിഡ്സ് കണ്ടെയ്നിങ് CO ഗ്രൂപ്പ്. ആൽഡിഹൈഡുകളാണെങ്കിലും കീറ്റോണുകളാണെങ്കിലും ആസിഡുകളാണെങ്കിലും അതിൽ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. ചൂസ് ദ IUPAC നെയിം. മുകളിലുള്ള കൊടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം പറയാനാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾ പഠിച്ചതാണ്. ദിസ് ഇസ് 2-methyl propanoic acid. 2-methyl propanoic acid. ഇനി അതിലെ B ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്നാണ്. CH3 CH2 COOH ഇൻ ദ പ്രസൻസ് ഓഫ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആൻഡ് ഈതർ. കാർബോക്സിലിക് ആസിഡുകൾ ആൽക്കഹോൾ ആയിട്ട് മാറും. അത്ര തന്നെ കാർബണുള്ള പ്രോഡക്റ്റ് CH3 CH2 CH2OH. അടുത്തത് കാർബോക്സിലിക് ആസിഡ് ഇസ് ട്രീറ്റഡ് വിത്ത് തയനൈൽ ക്ലോറൈഡ്. തയനൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് Hഉം Clഉം HCl ആയിട്ട് പോവും. SOയും Oയും SO2 ആയി പോവും. എന്നിട്ട് അവിടെ Cl എന്താവും? വരും. ഞാൻ പറഞ്ഞത് നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിലുള്ള ആ Hഉം ഒരു Clഉം കൂടി HCl ആയിട്ട് പോവും. അവിടെയുള്ള ഒരു Oയും SOയും കൂടി SO2 ആയി പോവും. ബാക്കിയുള്ളത് എന്താണ്? CH3 CH2 COCl. ഇനി CH3 CH2 COOH ഇൻ ദ പ്രസൻസ് ഓഫ് ബ്രോമിൻ ആൻഡ് റെഡ് ഫോസ്ഫറസ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് നമ്മുടെ HVZ റിയാക്ഷൻ ആണ്. ഹെൽ-വോൾഹാൾഡ് സെലിൻസ്കി റിയാക്ഷൻ ആണ്. എന്താണ് ഉത്തരം കിട്ടുക എന്നൊന്ന് പറഞ്ഞേ. CH3 CHBr COOH പ്ലസ് HBr. അടുത്തത് കാർബോക്സിലിക് ആസിഡുകൾ ആൽക്കഹോളുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. ഏത് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളുകളുമായി ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ അത് പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലുള്ള കോമ്പൗണ്ടുകളായ എസ്റ്റർ ആയിട്ട് എന്താവും? മാറും. ഇനി ഏഴാമത്തെ ചോദ്യം ഇതാണ്. Aldehydes are differ from ketones in their oxidation reaction. Illustrate with an example. നമ്മൾ ഏത് ആൽഡിഹൈഡിനെയും
ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് അത് കാർബോക്സിലിക് ആസിഡായി മാറുകയാണ് ചെയ്യുക. എന്നാൽ അതേ സമയം ഒരു കീറ്റോണിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്ത് ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകളായിട്ട് എന്താവും മാറും, ഡിഫറെൻറ്റ് കാർബോക്സിലിക് ആസിഡുകളായിട്ട് എന്താവും മാറും. ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൽഡിഹൈഡ് ബൈ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ? എന്തായിരുന്നു പറയൂ. ബെൻസീനിനെ കാർബൺ മോണോക്സൈഡും HCl-ഉമായി അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുമ്പോൾ അത് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. ഇനി റൈറ്റ് ദ റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് വിത്ത് ദ ഫോളോയിങ് റിയേജൻസ്. തയണൈൽ ക്ലോറൈഡ്, നമ്മുടെ ആറാമത്തതിലെ ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, ആറാമത്തെ ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് റെഡ് ഫോസ്ഫറസ്, അത് HVZ റിയാക്ഷൻ ആണ്. ഇനി എട്ടാമത്തത് റൈറ്റ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ടൊളൻസ് റിയേജൻ. എല്ലാ ആൽഡിഹൈഡുകളും ടൊളൻസ് റിയേജൻറ്റുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് സിൽവർ മിറർ ഉണ്ടാവും, എന്നാൽ ഫെല്ലിങ്സ് റിയേജൻറ്റ് ഉണ്ടാക്കുകയില്ല. ഇനി ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൽഡിഹൈഡ് ബൈ ഇറ്റാർഡ് റിയാക്ഷൻ? ഇറ്റാർഡ് റിയാക്ഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ പേര് പറഞ്ഞില്ല എന്ന് മാത്രം. ടൊളുവീനിനെ നമ്മൾ ക്രോമൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യിക്കുന്നു. ടൊളുവീൻ ക്രോമൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് OCRO HCl ട്വൈസ് എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. ഇതിൽ ഈ ഭാഗം നമ്മൾ അസിഡിഫൈ ചെയ്യുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ബെൻസാൽഡിഹൈഡ് ആയിട്ട് എന്താവും മാറും. ഇതാണ് നമ്മൾ പറയുന്ന ഇറ്റാർഡ് റിയാക്ഷൻ. ഇനി ഹൗ വിൽ യു ബ്രിങ് അബൌട്ട് ദ ഫോളോയിങ് കൺവേർഷൻ? എത്തനോൾ ടു എത്തനോയിക് ആസിഡ്. പറഞ്ഞു ഞാൻ, എത്തനോൾ ടു എത്തനോയിക് ആസിഡ്. എത്തനോളിനെ ആൽക്കലൈൻ KMNO4-ഉമായിട്ട് ട്രീറ്റ് ചെയ്താൽ അത് എത്തനോയിക് ആസിഡ് ആയിട്ട് എന്താവും മാറും. ഇനി ബെൻസമൈഡ് ടു ബെൻസോയിക് ആസിഡ്. ബെൻസമൈഡ് ടു ബെൻസോയിക് ആസിഡ് നോക്കൂ. ബെൻസമൈഡ് നമ്മൾ അസിഡിഫൈ ചെയ്യുന്ന സമയത്ത്, അസിഡിഫൈ ഇല്ല, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് എന്താവും മാറും. ഇവിടെ H3O+ലുള്ള അല്ലെങ്കിൽ H2O അകത്തുള്ള H-ഉം NH2-ഉം കൂടി NH3 ആവും. OH ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ബെൻസോയിക് ആസിഡ് ആവും. ബെൻസാൽഡിഹൈഡ് ടു മെറ്റാനൈട്രോ ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡിനെ നമ്മൾ നൈട്രേഷൻ നടത്തുകയാണ്. കോൺസെൻട്രേറ്റഡ് HNO3-യുടെയും കോൺസെൻട്രേറ്റഡ് H2SO4-ൻ്റെയും പ്രസൻസിൽ നൈട്രേഷൻ നടത്തുന്ന സമയത്ത് ഓർത്തോ മെറ്റാനൈട്രോ ബെൻസാൽഡിഹൈഡ് ആയിട്ട് എന്താവും മാറും. ഇനി ഒൻപതാമത്തത് എക്സ്പ്ലെയിൻ ആൾഡോൾ കണ്ടൻസേഷൻ ടേക്കിംഗ് CH3CHO ആസ് എൻ എക്സാമ്പിൾ. അയ്യോടാ പറഞ്ഞതല്ലേ അത്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് റിയാക്ഷൻ. എയറോയുടെ മുകളിലേക്ക് ആഞ്ഞു നോക്ക്. ഹൈഡ്രജനും പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റുമാണുള്ളത്. ഹൈഡ്രജനും പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റുമാണെങ്കിൽ അത് റോസൻമൺസ് റിഡക്ഷൻ ആണ്. ആൽഡിഹൈഡും ആരോ മാർക്കിൻ്റെ മുകളിൽ NaOHO KOHO ആണ്. ആ ആൽഡിഹൈഡ് ആകട്ടെ ആൽഡിഹൈഡ് വിത്ത് നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം ആണ്. അതുകൊണ്ട് അത് കാനിസാറോ റിയാക്ഷൻ ആണ്. ഇനി ഹൗ ആർ ദ ഫോളോയിങ് കൺവേർഷൻസ് ആർ അച്ചീവ്ഡ്? സയനൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കിയിട്ട് മാറ്റുന്നു. ചിലതൊക്കെ ഇങ്ങനെ എടുത്തു ചോദിക്കുന്നു അല്ലേ. സയനൈഡുകളെ നമ്മൾ ആദ്യം H+OH- വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് RCONH2 ആയി മാറും. ഫർദർ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ
കാർബോക്സിലിക് ആസിഡ് ആയിട്ട് എന്താവും മാറും. അടുത്തത് നിങ്ങൾക്കറിയാം, അത് HVZ റിയാക്ഷൻ ആണ്. ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആണ്. ഇനി ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് ആസിഡ് കണ്ടെയ്നിങ് CO ഗ്രൂപ്പ്. ശരി, നെയിം ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റിക് ആസിഡ് ആൻഡ് എത്തനോൾ. അസറ്റിക് ആസിഡും എത്തനോളും തമ്മിൽ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് എസ്റ്ററിഫിക്കേഷൻ ആണത്. ഗീവ് എനി ടു ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ടൊളൻസ് റിയേജൻ, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആൽഡിഹൈഡുകൾ സിൽവർ മിറർ തരും. അതുപോലെ തന്നെ ഫെല്ലിങ്സ് റിയേജൻ ടെസ്റ്റ്, ആൽഡിഹൈഡുകൾ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് എന്താവും തരും. Two chemical reactions are given below. Identify the product of each reaction. Give the name. Zinc amalgamവും HCl-ഉം കണ്ടാൽ ഉറപ്പിക്കണം അത് ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ക്ലെമൻസൺ റിഡക്ഷൻ കഴിഞ്ഞാൽ ആൽക്കെയിൻ ആണ് പ്രോഡക്റ്റ് കിട്ടുക. CH3 CH2 CH3 ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് എന്താവുക കിട്ടുക. രണ്ടാമത് ബെൻസീൻ റിംഗ് ആണ്. ആരോ മാർക്കിന്റെ മുകളിൽ COHCl ആണ്. ഓർത്തെടുത്ത് വേഗം പറ മക്കളെ, അതേതാണ്? ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. പ്രോഡക്റ്റ് കിട്ടുക ബെൻസാൾഡിഹൈഡ് ആണ്. ഇനി ഈ ഒരു ചോദ്യവും കൂടി പറഞ്ഞിട്ട് സാർ അവിടെ നിർത്തും. ചോദ്യം ഇതാണ് 11ാമത്തത്. ബാക്കി നമ്മൾ അടുത്ത സീരീസ് സെക്ഷനിലാണ് ഡിസ്കസ് ചെയ്യുക. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ഇസ് എ സ്പെഷ്യൽ റിയാക്ഷൻ ഓഫ് ആൽഡിഹൈഡ്. വാട്ട് ഇസ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ? ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡുകൾ തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്യുന്നതാണ് ആൾഡോൾ റിയാക്ഷൻ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൾഡോൾ ഇസ് ഫോംഡ് ഫ്രം എത്തനാൽ. അത് തന്നെയാണ് നമ്മൾ എക്സാമ്പിൾ കാണിച്ചത്. റൈറ്റ് എ സിമ്പിൾ കെമിക്കൽ ടെസ്റ്റ് ടു ഒബ്സർവ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്. പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ. ഒന്ന് ആൽഡിഹൈഡ് ആണ്, ഒന്ന് കീറ്റോൺ ആണ്. നമുക്ക് ടൊളൻസ് റിയേജന്റ് ഉണ്ടല്ലോ. ഫീനോൾ ആൻഡ് ബെൻസോയിക് ആസിഡ്. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ഉണ്ട്. ഫീനോള് ന്യൂട്രൽ ഫെറിക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കളർ ചേഞ്ച് ആണ് അവിടെ ഉണ്ടാവുക അല്ലേ? വയലറ്റ് കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ റിയേജൻസ് യൂസ്ഡ് ടു ബ്രിങ് അബൌട്ട് ദ ഫോളോയിങ് റിയാക്ഷൻ. നമ്മൾ അസൈൽ ക്ലോറൈഡുകളെ ആൽഡിഹൈഡ് ആക്കുകയാണ്. അത് റോസൻമൺസ് റിഡക്ഷൻ ആണ്. ഹൈഡ്രജനുമായിട്ട് റിഡക്ഷൻ സംഭവിക്കുകയാണ് പലേഡിയത്തിൻ്റെയും ബേരിയം സൾഫേറ്റിൻ്റെയും പ്രസൻസിൽ. അടുത്തത് കാർബോക്സിലിക് ആസിഡുകളെ ക്ലോറോ അസറ്റിക് ആസിഡുകളാക്കി മാറ്റുകയാണ്. ആരുടെ പ്രസൻസിലാണ്? ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. കേട്ടോ, ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. റെഡി? ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? സംഗതി എല്ലാവർക്കും റെഡിയാണോ? ഇത്രയുമാണ് നമ്മുടെ 11 ചോദ്യങ്ങൾ. 11 ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത് കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.